ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ അനൂപാണ്. അൾസർ എന്താണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം. ഞാനിതിനെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ശാസ്ത്രീയമായ അൾസർ എന്താണെന്നും സാധാരണഗതിയാൽ ആശുപത്രിയിൽ വരുന്ന രോഗികൾ എന്തിനൊക്കെയാണ് അൾസർ എന്ന് പറയുന്നതെന്നും കേൾക്കണം. ശാസ്ത്രീയമായി പറഞ്ഞാൽ അൾസർ രോഗം എന്തെന്ന് വെച്ചാൽ ആമാശയം അല്ലെങ്കിൽ ചെറുകുടലിന്റെ ആദ്യ ഭാഗം, ഈ ഭാഗങ്ങളിൽ വരുന്ന 5 മില്ലിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള മുറിവുകളാണ് ശാസ്ത്രീയാടിസ്ഥാനത്തിൽ അൾസർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സാധാരണ രോഗി നെഞ്ചിരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വയറിൽ വരുന്ന വേദന, വയറ് വീർത്തിരിക്കുക, ഛർദ്ദിക്കാൻ വരിക, ഗ്യാസ് എന്ന് സാധാരണഗതിയിൽ നമ്മുടെ ജനം പറയുന്നു, എല്ലാത്തിനെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് അൾസർ. സോ ശാസ്ത്രീയമായ അൾസറും ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ വരുന്ന അൾസറും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള അൾസറിന്റെ ഏറ്റവും മുഖ്യ ലക്ഷണം വേദനയാണ്. ആഹാര സംബന്ധമായിട്ടുള്ള വേദനയാണ് മുഖ്യ ലക്ഷണം. വെറും വയറ്റിൽ വരുന്ന വേദന, സാമാന്യം കഠിനമായിട്ട് അനുഭവപ്പെടുന്ന വേദന, ആഹാരത്തിന് ശേഷം അത് കൂടാം, ചിലർക്കത് കുറയുക ചെയ്യുന്നത്. അത് ഏത് ഭാഗത്താണ് അൾസർ എന്ന രീതിയിൽ അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ആമാശയത്തിൽ ആണെങ്കിൽ ആഹാര സംബന്ധ ശേഷം കൂടുകയാണ് പതിവ്. ചെറുകുടലിന്റെ ഭാഗത്താണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം വേദന കുറയുകയും ഒരു 2 മണിക്കൂറിന് ശേഷം കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷെ എന്നിരുന്നാലും തന്നെയും ആഹാരത്തോട് നല്ല ഒരു ബന്ധം അൾസറിന്റെ വേദനയ്ക്കുണ്ടാവും. അതിനോടൊപ്പം തന്നെ വയറെരിച്ചിൽ, നെഞ്ചെരിച്ചിൽ അനുഭവപ്പെടാം. പക്ഷെ മുഖ്യ ലക്ഷണം മേൽവയറിൽ അനുഭവപ്പെടുന്ന വേദനയാണ്, പ്രത്യേകിച്ചും ആഹാരവുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ ആഹാരവുമായി ബന്ധപ്പെട്ട വേദന ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് തിരിച്ചറിയണമെന്നില്ല. കാരണം ഏതു രീതിയിലുള്ള വേദനയാണ്, വയറുവേദന എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു പറച്ചിലിൽ മാത്രം ഇത് ഒരു രോഗി ചിലപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞെന്നിരിക്കും. അതുമാത്രമല്ല, ഇത് ഏതൊക്കെ പ്രായത്തിലായിരിക്കും ബാധിക്കുക? കൊച്ചുകുട്ടികളിൽ തുടങ്ങി മുതിർന്നവർ വരെ അൾസർ രോഗബാധിതരാകാറുണ്ടോ? അതുപോലെ ഈ കൃത്യമായി ഈ വേദനയെ തന്നെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഏതു പ്രായത്തിലും അൾസർ വരാം. കൊച്ചുകുട്ടികളിൽ അത്ര സാധാരണമല്ല. ഒരു 20 മുതൽ മുകളിലേക്കാണ് സാധാരണ കൂടുതലും അൾസർ കാണപ്പെടുന്നത്. ഒരു മധ്യവയസ്സിന് മുകളിലാണ് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നത്. വേദന എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആഹാരത്തിന് ശേഷം പൊക്കിളിന് മുകളിലായി മേൽവയറിൽ അനുഭവപ്പെടുന്ന സാമാന്യം നല്ല വേദനയാണ് അൾസറിന്റെ ലക്ഷണം. എരിച്ചിൽ മിക്കവാറും വേദനയോടൊപ്പം അനുഭവപ്പെടാറുണ്ട്. ചിലരിൽ ഇതിനോടൊപ്പം തന്നെ നെഞ്ചെരിച്ചിലും നെഞ്ചുവേദനയും കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾസർ ആമാശയത്തിൽ, അതായത് സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഭാഗത്താണെങ്കിൽ ആഹാരം കഴിഞ്ഞ ഉടനെ ആയിരിക്കും വേദന അനുഭവപ്പെടുക. എന്നാൽ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്താണെങ്കിൽ പലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ വയറ്റിലുള്ള അമ്ലവുമായി ആഹാരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അമ്ലാംശം കുറയുന്നതിനാൽ ചെറുകുടലിലെ വേദന പലപ്പോഴും കുറയുകയാണ് അനുഭവപ്പെടുക. പക്ഷേ ഈ അമ്ലാംശം കറഞ്ഞ ആഹാരം ചെറുകുടലിലേക്ക് എത്തുന്നത് കുറച്ച് സമയത്തിന് ശേഷം, ആ സമയമാകുമ്പോഴേക്കും രോഗിക്ക് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സ്ഥിതിവിശേഷം വയറുവേദന എന്നുള്ളതിൽ തുടങ്ങി പിന്നീട് ഇത് വലിയ രീതിയിലുള്ള ഒരു രോഗലക്ഷണമായി പ്രകടിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും? രക്തസ്രാവം ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചികിത്സ ഫലപ്രദം എത്രത്തോളമാകുകയും ചെയ്യും? അൾസറുകളിൽ നമുക്ക് പല രീതിയിലുള്ള കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണ അൺകോംപ്ലിക്കേറ്റഡ് അൾസറുകളാണ് വേദനയെ അനുഭവപ്പെടുന്നത്. കോംപ്ലിക്കേറ്റഡ് അൾസറുകളിൽ പലതും. അതിലൊരു മുഖ്യമായ ഒന്നാണ് രക്തസ്രാവം. പലപ്പോഴും അൾസറുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ രക്തസ്രാവം അനുഭവപ്പെടും. രക്തസ്രാവത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും 2 രീതിയിൽ രക്തസ്രാവം ആയിട്ട് അനുഭവപ്പെടാം. ചിലരില്ല. രക്തം പോകുന്നത് നല്ല അളവിൽ പോയി കഴിഞ്ഞാൽ രക്തം ഛർദ്ദിച്ച് പുറത്തേക്ക് പോകാറുണ്ട്.